ശ്രീമന്നാരായണീയം 62 ദശകം. ഗോവർദ്ധന പൂജ, ക്രുദ്ധനായ ദേവേന്ദ്രൻ്റെ സമരസന്നാഹം എന്നിവ ഈ ദശകത്തിൽ പ്രതിപാദിക്കുന്നു. കഥാചിത് ഗോപാലാൻ വിഹിതമഖസംഭാര വിഭവാൻ നിരീക്ഷ്യത്വം ശൗരേ മഖവമതമുധ്വംസിതുമന വിജാനന്യപ്യേതാൻ വിനയമൃദുനന്ദാദിപശുപാ ന പൃച്ഛ കോ വായം ജനകഭവതാമുദ്യമൈതി. ശൂരവംശജനായ ശ്രീകൃഷ്ണ ഒരിക്കൽ യജ്ഞത്തിനു വേണ്ട സാധനങ്ങൾ സംഭരിക്കുന്ന ഗോപന്മാരുടെ യജ്ഞലക്ഷ്യം അറിവുണ്ടായിട്ടും ഇന്ദ്രൻ്റെ ഐശ്വര്യമതത്തെ തകർക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി അങ്ങ് നന്ദൻ മുതലായ ഗോപന്മാരോട് വിനയാർദ്രമായ സ്വരത്തിൽ ചോദിച്ചു, പിതാവേ, അങ്ങടക്കമുള്ള ഗോപന്മാരുടെ ഉദ്യമം എന്തിനു വേണ്ടിയാണ്? ദഭാഷേ നന്ദസ്ത്വാം സുതനനുവിധേയോ മഖവതോ മഖോ വർഷേ വർഷേ സുഖയതി സവർഷേണ പൃഥിവി നൃണാമർഷായത്തം നിഖിലമുപജീവ്യം മഹിതലേ വിശേഷാദസ്മാകം തൃണസലില ജീവ്യാഹി പശവ. അത് കേട്ടപ്പോൾ നന്ദഗോപൻ അങ്ങയോട് പറഞ്ഞു, മകനെ, ദേവേന്ദ്രന് പ്രതിവർഷം യാഗം ചെയ്യേണ്ടതാണ്. ഇന്ദ്രനാണ് മഴ പെയ്യിച്ച് ഭൂമിയെ സമൃദ്ധവും സുഖവത്തുമാക്കി തീർക്കുന്നത്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ട ഉപജീവന വസ്തുക്കളെല്ലാം മഴയെ ആശ്രയിക്കുന്നു. പ്രത്യേകിച്ചും നമ്മുടെ ഗോഗണങ്ങൾ പുല്ലും വെള്ളവും ഭുജിച്ച് ജീവിക്കുന്നവയുമാണല്ലോ. ഇതി ശ്രുത്വാ വാചം വിദുരൈ ഭവാനാഹ സരസം ധിഗേ തന്നോ സത്യം മഖവജനിത വൃഷ്ടിരിതിയൽ അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിസമുചിതാം മഹാരണ്യേ വൃക്ഷാ കിമിവ ബലിമിന്ദ്രായ ദദതേ. ഹേ ഭഗവാനെ, പിതൃവചനം കേട്ടപ്പോൾ അങ്ങ് മധുരസ്വരത്തിൽ പറഞ്ഞു, ഇന്ദ്രനാണ് മഴയുണ്ടാക്കുന്നത് എന്ന വിശ്വാസം സത്യമല്ല, അത് തെറ്റാണ്. ജീവികളുടെ കർമ്മഫലമാണ് സമുചിതമായ രീതിയിൽ മഴയുണ്ടാക്കുന്നത്. മഹാരണ്യത്തിൽ വളരുന്ന വൃക്ഷങ്ങൾ ഇന്ദ്രന് യാഗം ചെയ്യുന്നില്ല, എന്നിട്ടും അവയ്ക്ക് ആവശ്യമായ മഴ ലഭിക്കുന്നുവല്ലോ. ഇദം താവത് സത്യം യദിഹ പശുവോ നാകുലധനം തഥാ ജീവ്യായാസൗ ബലിരചലഭർത്രേ സമുചിത സുരഭ്യോ പുൽകൃഷ്ടാനനു ധരണി ദേവാക്ഷിതിതലേ തതസ്തേപ്യാരാധ്യ ഇതി ജഗതിക ത്വം നിജജനാൻ. ഗോക്കളാണ് നമ്മുടെ കുലധനമെന്നത് പരമാർത്ഥം തന്നെ. അവയ്ക്ക് ഭക്ഷ്യപദാർത്ഥങ്ങൾ നൽകുന്ന പർവ്വതത്തിനാണ് ഈ യാഗം ചെയ്യേണ്ടത്. ഭൂതലത്തിലെ ബ്രാഹ്മണന്മാർ ദേവന്മാരെക്കാൾ ഉത്കൃഷ്ടരാണ്. അവരും ആരാധ്യ പുരുഷന്മാരാണെന്ന് അങ്ങ് സ്വന്തം ജനങ്ങളോട് പറഞ്ഞു. ഭവദ്വാചം ശ്രുത്വാ ബഹുമതിയുതാസ്തേപി പശുപാ ദ്വിജേന്ദ്രാനർച്ചന്തോ ബലിമദരുദുച്ഛൈക്ഷിതി ഹൃദേ വ്യഥോ പ്രാദക്ഷിണ്യം സുഭൃശമന മന്നാദരയുതാ സ്തോമാദശൈലാത്മാ ബലിമഖിലമാഭീരപുരതാ. അങ്ങയുടെ യുക്തിയുക്തമായ വാക്കുകൾ കേട്ട ഗോപാലന്മാർ ആദരപൂർവം ബ്രാഹ്മണവര്യരെ പൂജിക്കുകയും പർവ്വതത്തിന് ഉയർന്ന നിലയിൽ യാഗം ചെയ്യുകയും ചെയ്തു. അവർ
ഭക്ത്യാദരങ്ങളോടെ ഗോവർദ്ധന പർവ്വതത്തെ നമസ്കരിച്ചു പ്രദക്ഷിണം വെച്ചു. അങ്ങ് ശൈലാത്മാവായി രൂപം പൂണ്ട് ഗോപന്മാരുടെ മുമ്പിൽ വെച്ച് തന്നെ എല്ലാ യജ്ഞ നൈവേദ്യങ്ങളും ഭക്ഷിച്ചു. അവോചൈവം താൻ കിമിഹ വിതതം മേ നിഗദിതം ഗിരീന്ദ്രോ നന്വേഷ സ്വബലി മുപഹുങ്ക്തേ സവപുഷാ അയം ഗോത്രോ ഗോത്രദിഷിച കുപിതേ രക്ഷിതുമലം സമസ്താനിത്യുക്ത ജഹൃഷുരഖില ഗോകുലജുഷ. അതുകൂടാതെ അങ്ങ് അവരോട് ഇപ്രകാരം പറഞ്ഞു: ഇവിടെ എൻ്റെ വാക്ക് മിഥ്യയായി പരിണമിച്ചു. ഈ പർവ്വതം സ്വന്തം ശരീരത്തിൽ പ്രത്യക്ഷമായി തനിക്ക് അർപ്പിക്കപ്പെട്ട വസ്തുക്കൾ ഭുജിച്ചുവല്ലോ. പർവ്വത ശത്രുവായ ദേവേന്ദ്രൻ കോപിച്ചെതിർത്താൽ പോലും നമ്മയെല്ലാം സംരക്ഷിക്കാൻ ഈ ഗോവർദ്ധന പർവ്വതത്തിന് കഴിയും. ഇപ്രകാരം അങ്ങയുടെ വാക്കുകൾ കേട്ട ഗോപന്മാരെല്ലാം സന്തോഷഭരിതരായി തീർന്നു. പരിപ്രീതായാത ഖലു ഭവതുപേതാ വ്രജജുഷോ വ്രജം യാവത്താവന്നിജമഖവിഭംഗം നിശമയൻ ഭവന്തം ജാനന്യപ്യധികരജസംക്രാന്ത ഹൃദയോ നസേഹേ ദേവേന്ദ്രസ്ത ദുപരിചിതാൽ മോന്നത്തിരപി. അങ്ങടക്കമുള്ള ഗോകുല നിവാസികൾ സന്തോഷപൂർവം ഗോകുലത്തിൽ മടങ്ങിയെത്തി. അങ്ങ് സൃഷ്ടിച്ച ഉന്നത സിദ്ധികളോട് കൂടിയവനാണെങ്കിലും തൻ്റെ യാഗഭംഗം കേട്ടറിഞ്ഞ ദേവേന്ദ്രൻ അങ്ങയുടെ യഥാർത്ഥ സ്വരൂപത്തെ അറിഞ്ഞിരുന്നിട്ട് പോലും വർദ്ധിച്ച രജോ ഗുണം കൊണ്ട് നിർഭയ ഹൃദയനായിരുന്നത് കൊണ്ട് ആ യാഗഭംഗത്തെ സഹിക്കാൻ ശക്തനായില്ല. മനുഷ്യത്വം യാദോ മധുഭിതപി ദേവേശ്വവിനയം വിധത്തെ ചേന്നഷ്ടസ്ത്രിദശ സദസാം കോപി മഹിമ തതശ്ചദ്ധം ശിഷ്യേ പശുപഹതകസ്യ ശ്രിയമിതി പ്രവൃത്തസ്താം ജേതും സകിലമഖവാ ദുർമതനിധി. മധുവൈരിയായ മഹാവിഷ്ണുവായാൽ പോലും മനുഷ്യജന്മം പ്രാപിച്ചാൽ ദേവന്മാരിൽ വിനയമുള്ളവനായിരിക്കണം. അവിനയം മൂലം ദേവസമൂഹങ്ങളുടെ അനിർദ്ദേശ്യമായിരിക്കുന്ന ഐശ്വര്യം നശിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഈ അധമനായ ഗോപാലബാലൻ്റെ പശുക്കൾ മുതലായ ഐശ്വര്യത്തെ ഞാൻ നശിപ്പിക്കും. ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് ദുരഹങ്കാരനിധിയായ ആ ദേവേന്ദ്രൻ അങ്ങയെ പരാജയപ്പെടുത്തുവാൻ പ്രവർത്തിച്ചു. ത്വദാവാസം ഹന്തും പ്രളയജലദാനംബരഭുവി പ്രഹിണ്വൻ ബിപ്രാണ കുലിശമയമപ്രേതകമന പ്രതസ്തേ നൈര്യന്തർദഹനമു മരുദ്ദൈർവിഹസിതോ പവന്മായാനൈവ ത്രിഭുവനപദേ മോഹയതി കിം. അങ്ങയുടെ വാസസ്ഥാനമായ ഗോകുലത്തെ നശിപ്പിക്കാനൊരുങ്ങി ഇന്ദ്രൻ പ്രളയമേഘങ്ങളെ ആകാശത്തിൽ പരത്തിയും വജ്രായുധം കയ്യിലെടുത്തും അഗ്നി, മാരുതൻ മുതലായ ദേവന്മാർ ഉള്ളിൽ പരിഹസിച്ചു കൊണ്ടിരിക്കെ ഐരാവതത്തിൽ കയറി പുറപ്പെട്ടു. ത്രിലോകനാഥനായ ഭഗവാനെ, അങ്ങയുടെ മായാശക്തി ആരെയാണ് മോഹിപ്പിക്കാത്തത്? സുരേന്ദ്രകൃതശ്ചേത് ദ്വിജകരുണയാ ശൈലകൃപയാ പ്യനതങ്കോസ്മാകം നിയതൈതി വിശ്വാസ്യ പശുപാൻ അഹോ കിന്നായാദോ ഗിരിപിദിതി സഞ്ചിന്യ നിവസൻ മരുൾക്കേഹാധീശ പ്രണുതമുരവൈരിന്മമഗതാൻ. ദേവേന്ദ്രൻ ക്രുദ്ധനായി വരികയാണെങ്കിൽ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെയും ഗോവർദ്ധനഗിരിയുടെയും സഹായത്താൽ
നമുക്ക് നിശ്ചയമായും ഉപദ്രവം തട്ടാത്തവരായി കഴിയാമെന്ന് ഗോപന്മാരെ സാന്ത്വനിപ്പിച്ചും പർവ്വതശത്രുവായ ഇന്ദ്രൻ വരാത്തതെന്താണ്, ആശ്ചര്യം തന്നെ എന്ന് ചിന്തിച്ചിരുന്ന ഗുരുവായൂർനാഥനും മുരാരിയുമായ ഭഗവാനെ, അങ്ങ് എൻ്റെ രോഗങ്ങളെയും വ്യഥകളെയും നശിപ്പിക്കണമേ. ശ്രീഹരേ നമഃ.